അങ്ങനെ ഞാനിന്ന് 100 പേർക്കുള്ള മീൻ കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കേരമീനാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മ മരിച്ചിട്ട് ഇന്ന് 16ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമ്മുടെ ചടങ്ങാണ്. അപ്പോൾ ആ ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ആണ് നമ്മളുണ്ടാക്കുന്നത്. അപ്പം ഞാനാണിന്ന് മീൻ കറി വയ്ക്കുന്നത്. എൻ്റെ കൂടൊപ്പം ചേച്ചിയുണ്ട്, രതിയും രാജേശ്വരിയും ഉണ്ട്. 6 കിലോയ്ക്ക് അടുത്തുള്ള ചൂരയാണ് നമ്മൾ വാങ്ങിച്ചത്. ചൂരയെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ചൂരയെന്ന് പറയും, കേര എന്ന് പറയുന്ന മീനാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല. ഇതിനകത്ത് നമ്മുടെ ഒരു കൈക്കണക്ക് വെച്ചാണ് നമ്മൾ ഈ കറികൾ ഉണ്ടാക്കുന്നത്. 100 പേർക്ക് എത്ര കറി ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിന്നിവിടെ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ രതിയും രാജേശ്വരിയും ചേച്ചിയും കൂടി നാളത്തേക്കുള്ള ഇറച്ചിക്കും പിന്നെ മറ്റ് സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് മീൻ കറി വെക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് കറി വെന്ത് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ അതിൽ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ അതുപോലെ ചെറിയുള്ളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 250 ഗ്രാം ഇഞ്ചിയും അതുപോലെ തന്നെ അതിനളവിൽ തന്നെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും കൂടി ഒന്ന് ചതച്ച് നമ്മളിപ്പോൾ എണ്ണയിലേക്ക് ഇട്ട്. ഇപ്പോഴും എനിക്കിത് ചെയ്യാനുള്ള ഒരു ഉത്സാഹം വരുമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 4-5 വർഷത്തിന് മുമ്പ് നമ്മുടെ വീട്ടിലൊരു 100-150 ഗസ്റ്റുകളൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാനാണ് അതിന് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് നേരത്തെ ഇതൊന്നും ചെയ്ത് ശീലമില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഒരു ധൈര്യം ചെയ്യാമല്ലോ എന്നുള്ള ഒരു വിചാരത്തിൽ ഞാനത് ചെയ്തു. പക്ഷേ അത് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും നല്ല രീതിയിലാണ് ഞാനത് ചെയ്തു കൊടുത്തിട്ടുള്ളത്. കറികളൊക്കെ ആയാലും ചോറായാലും നല്ല രീതിയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞ്. അതുപോലെ തന്നെ ഇപ്പോഴും അതുപോലെ തന്നെ കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷയാണ്. മീൻ വെള്ളം ഒഴിക്കുമ്പോൾ ഞങ്ങളെ തിരുവനന്തപുരത്ത് ആയിരുന്നപ്പോഴേ ഞങ്ങൾ ചീര നട്ടി ചേച്ചി. അപ്പോൾ ഞങ്ങളുടെ ചീര അങ്ങ് കുരുടി നിൽക്കുക. ഇപ്പം വളം ഇടാനൊന്നും ഇല്ലല്ലോ. ഞങ്ങളത് മീൻ കഴുകുന്ന വെള്ളം കൊണ്ടുവന്ന് എൻ്റെ ചുവട്ടിൽ വെച്ച് ഒരാഴ്ചയായപ്പോൾ അതങ്ങ് പടർന്ന് പന്തലിച്ചു. പിന്നെ നല്ലതുപോലെ വളർന്നു കയറി. ആദ്യത്തെ വെള്ളം കൊണ്ടുവന്ന് അവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടത്തില്ലയോ? ആ കണ്ട്. അപ്പോഴേ രാത്രിയിലുള്ള ഭക്ഷണം രാജേശ്വരി കഴിക്കുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാരകവും അതുപോലെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കുറേ കറിവേപ്പിലയും നമ്മുടെ ചീരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് വളരുന്നതിനുള്ളൊരു മരുന്ന് പറഞ്ഞു കൊടുത്തതാണ്. കാരണം മീൻ കഴുകി ആദ്യത്തെ വെള്ളം ആ ചോര വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ അത് നല്ലതുപോലെ പടർന്ന് പിടിക്കും. എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് ആ ചീര നട്ട്. നമ്മൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് ചീര നട്ട് അതിന് കിളിക്കാതെ നിന്നതുകൊണ്ട് മീൻ വെള്ളം ഒഴിച്ചു. അപ്പോൾ അങ്ങനെ അത് ഒരാഴ്ചയായപ്പോഴേ അത് നല്ല രീതിയിൽ കിളിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും തോനെ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്മൾ ചെറിയുള്ളി ഇട്ടേക്കുന്നത്. കാരണം ചെറിയുള്ളി അധികം വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും മാത്രം മതിയെന്ന് വെച്ചു. പിന്നെ ഒരു ഗ്രേവിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും കൂടി ഇട്ടു. ചെറിയുള്ളിയും കൂടെ ഒക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളതിലേക്ക് ഒരു 100 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കിലോയ്ക്ക് അടുത്തുള്ള തക്കാളിയുണ്ട്. നല്ല പഴുത്ത തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി വരട്ടെ. പുളി കൂടെ ഇട്ടോ ചേച്ചി? പുളി കൂടെ ഇട്ടോ? വെന്തോണ്ടും കിടന്ന് പുളി കൂടെ ഇട്ട് എണ്ണക്കകത്തങ്ങ് വഴറ്റി പുളി ഇറങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ തക്കാളിയുടെയും പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയും എല്ലാം കൂടെ തന്നെ ഈ പുളി ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ പുളി നല്ലതുപോലെ എണ്ണയിലൊന്ന് വെന്ത് വരും. അപ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ഒരു സ്വാദാണ്. ആ പുളിയൊക്കെ ഇറങ്ങി ആ പുളി നമുക്കൊന്ന് എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണയുടെ കൂടെ തന്നെ പുളി ഇട്ട് വഴറ്റിയെടുക്കുന്നത്. ചിക്കൻ വറക്കണ്ടായോ? വറക്കാം, കുറച്ച് വറക്കാം. അധികം അങ്ങ് വറക്കണ്ട, ചെറുതായിട്ടൊന്ന് പച്ചപ്പ് മാറുന്ന ഉറങ്ങാതിരിക്കാനാ. നമുക്ക് അത് ഉള്ളി വാരിക്കൊണ്ട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടിയൊക്കെ വാടിയതിന് ശേഷം ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ബാക്കി മല്ലിപ്പൊടി ഇടണ്ട, മുളക് പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഉലുവാപ്പൊടി. അപ്പോൾ നമ്മളിത് വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചാൽ നമുക്ക് ഈ ജോലികളൊന്നും ചെയ്യണ്ട. കാരണം കാറ്ററിംഗുകാർക്ക് കൊടുത്താൽ പെട്ടെന്ന് രാവിലെ നമുക്ക് പാത്രം പോലും കഴുകണ്ട. അവരെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവർ തന്നെ തിരികെ എടുത്തുകൊണ്ട് പോകും. അപ്പം നമ്മൾ ഈ ഒരു ചെറിയൊരു പരിപാടി ആയതുകൊണ്ട് നമുക്ക് തന്നെ ചെയ്യും. കാരണം വീട്ടിലെല്ലാവർക്കും പാചകിക്കാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോഴിനി ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ഇടാം. കാരണം എല്ലാ സാധനങ്ങളും നല്ലതുപോലെ വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ മുളക് പൊടിയൊന്നിട്ട് നമ്മൾ ഗ്രേവി നല്ലതുപോലെ ഒന്ന് ഗ്രേവി ആക്കണം. ഇപ്പം
എണ്ണയിൽ കിടന്ന് എല്ലാം നല്ല രീതിക്ക് മൂത്ത് വന്നിട്ടുണ്ട്. ആ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും നമ്മുടെ സാധാ മുളക് പൊടിയും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പിരിയൻ മുളക് ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉലുവ പൊടിച്ചതും ഇടണം. ഉലുവ പൊടിച്ചതൊക്കെ നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാം, കാരണം അതൊരു കറിക്കൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് അപ്പോൾ ആ കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവണം. ആ ഉലുവയുടെ ഒരു മണമൊക്കെ അവസാനം നമ്മൾ അത് കറിക്കകത്ത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു മണം അവിടെ നിൽക്കും. നമ്മൾ ആദ്യമേ ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മണമൊക്കെ അങ്ങ് പോകും. എന്നാലും അതല്ല, നമ്മൾ ആദ്യമേ ചേർക്കുന്നവരുണ്ട്. പിന്നെ അത് തന്നെ നമ്മുടെ കറിയൊക്കെ ഇറക്കി കഴിയുമ്പോൾ മസാലപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു നല്ല മണമാണ് കറിക്ക്. അപ്പം നമ്മൾ ഒന്നുകൂടി മുളക് പൊടിയൊക്കെ മൂപ്പിച്ച് നല്ല രീതിയിലൊന്ന് മൂക്കണം, ഒന്ന് കറുത്ത് വരണം, അല്ലെങ്കിൽ പച്ചപ്പ് കിടക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം മുളക് പൊടിയൊക്കെ. അപ്പോൾ ഇനി മുളക് പൊടിയൊക്കെ വഴറ്റിയതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം കുറച്ച് ഗ്രേവി ആക്കണം. അപ്പോൾ ഇനിയിപ്പം നമ്മൾ മുളക് പൊടിയൊക്കെ മൂത്ത് വരുന്നതിന് ശേഷം ഒഴിക്കണം. കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അതൊന്ന് തിളച്ച് കിട്ടും, അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചത്. പച്ചവെള്ളമാണെങ്കിൽ കുറേ സമയമെടുക്കും നമ്മളൊക്കെ തിളച്ച് വരാൻ. ഈ ചൂടുവെള്ളമാണെങ്കിൽ അത് ആ വാർപ്പിൻ്റെ ചൂടും ഒക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളിയും പച്ചവെള്ളവും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് പേസ്റ്റാവും. അപ്പോൾ ആ പേസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് വെള്ളമേ ചേർക്കത്തുള്ളൂ. അപ്പോൾ അതാണ് കാര്യം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഗ്രേവി ആക്കണം. ഗ്രേവി എന്ന് വെച്ചാൽ മസാല നല്ലതുപോലെ നമ്മൾ കല്ലിൽ അരച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ആ ഗ്രേവി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഒന്ന് അടച്ചു വെക്കാം, നമുക്ക് നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഒന്ന് തിളച്ചിട്ട് നോക്കാം ചേച്ചി. അല്ല അങ്ങ് അടയ്ക്കാം, തിളക്കട്ട് തിളക്കട്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. കൈ തട്ടല്ലേ. വെള്ളം കളഞ്ഞങ്ങ് തട്ടിയാൽ മതിയായിരുന്നില്ലേ? വേണ്ട. ചേച്ചിയുടെ ഇഡ്ഡലി വേണ്ടിയിട്ട് പേടിയാവുന്നു കേട്ടോ. തീ നിന്ന് വാരിക്കോ, ഒന്ന് വയ്ക്കാം. മുളക് പൊടി കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി മൂപ്പിച്ച് ചേർക്കാം. എന്താ അതുപോലെ ഗ്രേവി ഉണ്ട് ചേച്ചി? ഗ്രേവി ഉണ്ട്. ഇത് ചളക്കാം. കുരുമുളക് പൊടിയൊക്കെ ഇട്ടോ? ഉലുവപ്പൊടി ഇട്ടോ? ഉലുവപ്പൊടി ലാസ്റ്റ് ഇട്ടാൽ പോരെ? വേണേ ഇപ്പം ഇച്ചിരി ഇട്ടോ, പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലയും എല്ലാം കൂടി ഇടാം. ആണോ? എന്നാലും ഇപ്പോൾ ഇതിനുണ്ടല്ലോ, അതങ്ങ് ഇടാന്നോ? അടക്കട്ടെ. അടച്ചു വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ കറിയുടെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ല ഗ്രേവിയുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കറക്റ്റ് ഉപ്പും എരിവും പുളിയും എല്ലാം നല്ലതുപോലെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് വീണ്ടും ഒന്നുകൂടെ അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് പറ്റി വരട്ടെ. ചേച്ചി ഈ പറ്റിയ മതി. ഇറക്കി മക്കളെ.
അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മീൻകറി ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നാളത്തെ പൂജയും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു മീൻകറിയുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.